ഹായ്, എല്ലാവരും ലൈവ് കാണുന്നുണ്ടെന്ന് കരുതുന്നു. ഇപ്പോൾ ലൈവിൽ നടന്നൊരു സംഭവമാണ് ജാസ്മിനും ഗബ്രിയും തമ്മിലുള്ള ഒരു വഴക്ക്. വഴക്കിന് കാരണം പ്രത്യേകിച്ചൊന്നുമല്ല. നമ്മുടെ ജിൻഡോ പറഞ്ഞു, മറ്റേ കോയിൻ ടാസ്ക് ചെയ്ത സമയത്ത് അതിൽ ജാസ്മിനും ജിൻഡോയും അൻസിബയും ആയിരുന്നല്ലോ ഒരു ടീം. അപ്പോൾ കോയിൻ ടാസ്ക് ചെയ്തപ്പോൾ മറ്റേ ജാസ്മിന് വയ്യാതിരിക്കുമായിരുന്നു. പക്ഷേ ടാസ്കിൻ്റെ സമയത്ത് ജാസ്മിൻ എണീച്ച് ചെന്നു. അപ്പോൾ ജിൻഡോ പറയാണ്, ആ സമയത്ത് നീ ടാസ്ക് ചെയ്യാൻ വയ്യാന്ന് പറഞ്ഞിരുന്നെങ്കിൽ ഒരുപക്ഷെ ബിഗ് ബോസ് പറയുമായിരുന്നു ശ്രീധുവിനോട് ഇവരുടെ ഗ്രൂപ്പിൽ ചേരാൻ വേണ്ടിയിട്ട് പറയുമായിരുന്നു. അതായത് പിന്നെ ജാസ്മിൻ വയ്യാന്ന് പറഞ്ഞാൽ പിന്നെ ആ ഗ്രൂപ്പിലുള്ളത് ജിൻഡോയും അൻസിബയും മാത്രമാണ്. അപ്പോൾ അവർ രണ്ടുപേരും ആയതുകൊണ്ട് എന്തായാലും ക്യാപ്റ്റനായ ശ്രീധുവിനോട് ആ ടീമിൽ ചേരാൻ പറയും. അപ്പോൾ ശ്രീധു ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ഓടാനും ഒക്കെ നന്നായിരുന്നു. അപ്പോൾ ടീമിന് അത് കുറച്ചും കൂടി ഒരു ചിലപ്പോൾ ജയിക്കാൻ തന്നെ സാധിച്ചേനെ എന്ന രീതിയിൽ ജിൻഡോ പറഞ്ഞു. അപ്പോൾ ഗബ്രി ഇത് കേട്ടപ്പോൾ തന്നെ ഗബ്രിയും അതിനോട് ചേർന്ന് നിൽക്കുന്ന രീതിയിൽ ഗബ്രിയും പറഞ്ഞു, ശരിയായിരുന്നു, ജാസ്മിൻ വന്നില്ലായിരുന്നെങ്കിൽ ശ്രീധുവിന് നിങ്ങളുടെ ടീമിലേക്ക് തന്നേനെ. അപ്പോൾ ശ്രീധു ആയിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് ഗെയിം ചെയ്യാൻ പറ്റിയേനെ എന്ന് ഗബ്രി പറഞ്ഞു. അപ്പോൾ ഇത് കേട്ടപ്പോൾ ജാസ്മിന് ഇഷ്ടപ്പെട്ടില്ല. അപ്പോൾ ജാസ്മിൻ വിചാരിച്ചു ഗബ്രി എന്താ പറഞ്ഞതെന്ന് വെച്ച് കഴിഞ്ഞാൽ ജാസ്മിന് പകരം ശ്രീധുവിനെ എന്നല്ല ഗബ്രി ഉദ്ദേശിച്ചത്. ശ്രീധു ഗ്രൂപ്പിലുണ്ടായിരുന്നെങ്കിൽ കുറച്ചും കൂടി ബെറ്ററായിട്ട് നിങ്ങൾക്ക് ഗെയിം ചെയ്യാമായിരുന്നു എന്നാണ് ഗബ്രി ഉദ്ദേശിച്ചത്. പക്ഷേ ജാസ്മിൻ അതെടുത്തത് ജാസ്മിനെ മാറ്റിയിട്ട് ശ്രീധുവിനെ ആക്കാമായിരുന്നു എന്നാണ് ഗബ്രി പറഞ്ഞത് എന്നാണ് ജാസ്മിൻ വിചാരിച്ചത്. അങ്ങനെ ജാസ്മിനും ഗബ്രിയും തമ്മിൽ വലിയൊരു അടിയാണ് ലൈവിലുണ്ടായത്.